ചൂടുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ വഴിയരികിൽ കാണുന്ന മരത്തണലുകൾ മാത്രമാണ് യാത്രക്കാരുടെയൊക്കെ ആശ്വാസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ റൂട്ടിലുള്ള മുക്കായി നിലമ്പതി പാലത്തിൻ്റെ അവിടെയാണ്. ഈ റൂട്ടിലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായാണ് ഇന്ന് നമ്മുടെ വീഡിയോ. മുക്കായി നിലമ്പതി പാലം എന്ന് പറയുന്നത് കുറേ പേർക്ക് കണ്ടിട്ടുണ്ടാകും. അതുമാത്രമല്ല, ഒന്ന് രണ്ട് സിനിമയുടെ ഭാഗമായിട്ടൊക്കെ ഈ പാലം വന്നിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ച നല്ല അടിപൊളി കാഴ്ചയാണ്. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലമ്പുഴ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. കടുക്കാംകുന്ന് ഭാഗത്തുള്ളൊരു അമ്മ ജനകീയ ഹോട്ടലിൽ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം മെല്ലെ നമ്മൾ അടുത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. ഈ കാണുന്നതാണ് അമ്മ ജനകീയ ഹോട്ടൽ. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഹോട്ടലിനെ കുറിച്ച് അറിയായിരിക്കും. അതുമാത്രമല്ല, നിരവധി ന്യൂസ് ചാനലുകാരും അതുപോലെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിൽ താരമായിട്ട് മാറിയിട്ടുള്ള ഒരു ഹോട്ടൽ കൂടിയാണ് ഈ അമ്മ ജനകീയ ഹോട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് നോൺ വെജിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ കറികളും നന്നായിരുന്നു. സാമ്പാർ ആയിക്കോട്ടെ, അതുപോലെ മീൻകറി ആയിക്കോട്ടെ, രസം ആയിക്കോട്ടെ, എല്ലാം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് അടിപൊളി ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് തെക്കേ മലമ്പുഴയിലോട്ടാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടുക്കാംകുന്നത്തുള്ള റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മേലെ കൂടിയാണ്. ഈ പാലത്തിൻ്റെ മേലെ നോക്കുമ്പോൾ നമുക്ക് മലനിരകളുടെ ഒരു അടിപൊളി വ്യൂ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മലമ്പുഴ ഗാർഡൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ട്. മലമ്പുഴ ഗാർഡൻ്റെ മുൻപിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾ തെക്കേ മലമ്പുഴയിലോട്ട് പോകുന്നത്. ഈ കാണുന്ന ലെഫ്റ്റിലോട്ടുള്ള റോഡിലൂടെ നമ്മൾ കുറച്ച് ദൂരം ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ റിസർവോയറിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാനായിട്ട് പറ്റും. വേനൽ തുടങ്ങിയത് കൊണ്ടാണ് വെള്ളം ഇത്രയും കുറവ്. അതുമാത്രമല്ല, കൃഷി ആവശ്യങ്ങൾക്കൊക്കെ കൂടിയിട്ട് മലമ്പുഴ കനാൽ തുറന്നിട്ട് കുറച്ച് ദിവസത്തിലേറെയായി. അപ്പോൾ അതുകൊണ്ട് ഡാമിൽ വെള്ളം നല്ല കുറവാണ്. വേനൽ ചൂട് കാരണം ചെടികളും മരങ്ങളും അതുപോലെ പുല്ലുകളൊക്കെ ഒരു ഉണക്കം തട്ടിയ പോലെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് കാണുന്ന ഒരു പച്ചപ്പിൻ്റെ ഭംഗി നമുക്ക് ഇപ്പം കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ നീല കളറിലുള്ള ആ വെള്ളം, അതുപോലെ റിസർവോയറിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള പച്ചപ്പൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഈ റിസർവോയറിൻ്റെ പുറകിൽ കാണുന്ന ഈ മലനിരകളാണ് ഈ റിസർവോയറിനും അതുപോലെ ഇവിടെ വരുന്ന ആൾക്കാർക്കുള്ള ആ കാഴ്ചകളിലൊക്കെ ഒരു പ്രത്യേക അട്രാക്ഷൻ നൽകുന്നത്. നല്ല മഴ സീസണിൽ നമ്മൾ ഈ റൂട്ടിലൂടെ വരികയാണെങ്കിൽ, ഈ റൂട്ടിലൂടെ അതുപോലെ കവ റൂട്ടിലൂടെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറേ നീർച്ചാലുകളും അതുപോലെ മലയിടുക്കിൽ നിന്ന് കുറേ കുഞ്ഞു കുഞ്ഞു അരുവികൾ പോലെ ഒഴുകി വരുന്ന ഒരു കാഴ്ച കൂടി കാണാനായിട്ട് പറ്റും. ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഓരോ വ്യത്യസ്ത ആംഗിളിലുള്ളൊരു ഫ്രെയിമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയപ്പോൾ ഉള്ള പോലത്തെ ഒരു ഭംഗിയല്ല നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് ഈ മലനിരകളും റിസർവോയറും നോക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുക. തെക്കേ മലമ്പുഴ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നിറയെ റബ്ബർ കൃഷി അതുപോലെ തന്നെ തെങ്ങിൻ്റെ തോട്ടങ്ങളും അങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. വെള്ളം നല്ല കുറവായത് കൊണ്ട് തന്നെ ഈ റിസർവോയറിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ പച്ച പുല്ലുകളൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിറയെ കന്നുകാലികളൊക്കെ അവിടെ മേയുന്നുണ്ട്. ഇത് തെക്കേ മലമ്പുഴയുടെ എൻഡാണ്. അപ്പോൾ ഈ കുഞ്ഞു കടയുടെ സൈഡിലൂടെ കാണുന്ന റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ റിസർവോയറിൻ്റെ ആ ഭാഗത്തെത്താനായിട്ട് പറ്റും. ഇപ്പോൾ വെള്ളം കുറവായത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ആ ഭാഗത്തെത്താനായിട്ട് പറ്റുക. നല്ല വെള്ളമുള്ള സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. ഈ കാണുന്നത് മുൻപ് തെക്കേ മലമ്പുഴയും അതുപോലെ കവ ഐലൻഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് റിംഗ് റോഡ് പദ്ധതി എന്നാണ്. അപ്പോൾ അതെന്തോ സർക്കാരിന് പല കാരണങ്ങളും മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അവിടെ കാണുന്ന കുഞ്ഞു പാലങ്ങളും അതുപോലെ അതൊക്കെ. ഇത് ഡാമിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. വേനൽക്കാലത്ത് മാത്രമേ നമുക്ക് റൂട്ടിലൂടെ ഇറങ്ങാൻ കഴിയുള്ളൂ. മഴക്കാലത്ത് ഇറങ്ങാനായിട്ട് കഴിയില്ല. ഈ ഭാഗത്തൊക്കെ ഫുള്ളും വെള്ളമായിരിക്കും. ഈ മെയിൻ റൂട്ടിൽ നിന്നും കുറേ കുഞ്ഞു കുഞ്ഞു റോഡുകൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഈ വെള്ള കളറിൽ റോഡ് മണൽ മാത്രമായിട്ട് കാണുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വേനൽക്കാലം ആയതിൻ്റെയാണ് ഇത്രയും പച്ചപ്പ് കുറവ്. അതുമാത്രമല്ല, കുറേ ഭാഗങ്ങളിൽ കന്നുകാലികളൊക്കെ മേയുന്നത് നമുക്ക് ദൂരെ നിന്നും കാണുന്നുണ്ട്. കുറേ കന്നുകാലികളുണ്ട്.
മലമ്പുഴ റിസർവോയറിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു 360 കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും മലനിരകളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സമതല പ്രദേശം പോലെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിറയെ മലകളുണ്ട്. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും മലമ്പുഴ ഭാഗത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് റോപ്പ് വേയിൽ കയറുന്നതാണ്. അത്യാവശ്യം ക്യാബിനുകളെല്ലാം കാലിയായിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. കാരണം ഇന്ന് ഓഫ് ഡേയോ സൺഡേയോ ഒന്നുമല്ല, വർക്കിംഗ് ഡേ കൂടെ ആണ്. ആദ്യമായിട്ടാണ് റോപ്പ് വേയിൽ കയറാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, എന്നാലും ഒരു ചെറിയ പേടി കൂടിയുണ്ട്. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപസ്മാര രോഗം, അതുപോലെ ഹൃദ്രോഗം, പകർച്ചവ്യാധി അങ്ങനെയുള്ളവരൊന്നും കയറ്റില്ല. അതുപോലെ ഗർഭിണികളെയൊക്കെ കയറ്റാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ ഓരോരുത്തർക്കുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ കയറിപ്പോയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്താനും അതുപോലെ റോപ്പ് വേയിൽ കയറാനായിട്ടും. പിന്നെ ഇൻസ്ട്രക്ഷൻ്റെ അവിടെ എഴുതി വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉയരങ്ങളെ അല്ലെങ്കിൽ ഹൈറ്റിനെ പേടിയുള്ള ആൾക്കാരെ അവർ റോപ്പ് വേയിൽ കയറാനായിട്ട് സമ്മതിക്കില്ല. അങ്ങനെ നമ്മളും ഒരു ക്യാബിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പതുക്കെ തന്നെയാണ് ഓരോ ക്യാബിനും മൂവ് ചെയ്യുന്നത്. ക്യാബിനിൽ കയറി കഴിഞ്ഞ് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴും അതുപോലെ ഫസ്റ്റ് ഇതിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴും നമുക്ക് ഒരു ചെറിയ പേടിയൊക്കെ തോന്നും. പക്ഷേ കുറച്ച് ദൂരം അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ പേടിയൊക്കെ തന്നെ സെറ്റായിക്കോളും. ഇതിൽ കയറി എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് ഈ പറയുന്ന പേടിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ആദ്യമായിട്ട് കയറുന്നവർക്ക് എന്തായാലും ഒരു ചെറിയ പേടി ഉണ്ടാവും. അങ്ങനെ നമ്മളെ കൊണ്ട് റോപ്പ് വേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ മലമ്പുഴയുടെ വ്യൂ മേലിൽ നിന്ന് കാണുന്നത്. ശരിക്കും താഴെ നിന്ന് നോക്കുന്നതിനേക്കാട്ടിലും മലമ്പുഴ പൂന്തോട്ടങ്ങളുടെ ആകൃതിയും ഭംഗിയൊക്കെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുക മേലിൽ നിന്ന് നോക്കുമ്പോഴാണ്. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഡാം ഷട്ടർ തുറക്കുന്ന ഭാഗം അതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നേരെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് നമുക്ക് വാഹനങ്ങൾ പോകുന്ന റോഡ് കൂടി കാണാൻ പറ്റുന്നുണ്ട്. നട്ടുച്ച സമയം കൊണ്ടാണ് കേട്ടോ ഇത്ര തിരക്ക് കുറവ്. അതുമാത്രമല്ല അത്യാവശ്യം ക്യാബിനുകളെല്ലാം കാലയിൽ പോകുന്നതിന് ഉച്ച സമയം കൂടി ആയതുകൊണ്ടായിരിക്കും. ഈവനിങ് ടൈമിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും റോപ്പ് വേയിലും അതുപോലെ മലമ്പുഴ ഗാർഡനിലൊക്കെ ആയിട്ട്. ഇത് ഏകദേശം കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയിട്ട് KTDC ഹോട്ടലിൻ്റെ ഭാഗത്തെത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ റിട്ടേൺ വരുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റോളം ഉള്ള യാത്രയാണ് നമ്മൾ ഈ റോപ്പ് വേയിലൂടെ. അപ്പോൾ പോവാൻ 10 മിനിറ്റ്, തിരിച്ച് വരാൻ 10 മിനിറ്റ്, അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റോളമുള്ള യാത്രയുണ്ട് ഇതിൽ കൂടെ. ഈ മുൻപിൽ കാണുന്ന കുഞ്ഞ് ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ യൂട്ടേൺ എടുത്ത് തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഈ ഭാഗത്തെത്തുമ്പോൾ ഒരു ചെറിയ കുലുക്കം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ വീല് കറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നല്ല കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള ആ ഭാഗത്തെ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് വരുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് കാണും. അത്യാവശ്യം സ്ലോ ആയിട്ട് തന്നെയാണ് അത് തിരിഞ്ഞ് വന്നത്. നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റാക്കിയിട്ട് പ്ലേ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വീണ്ടും മലമ്പുഴ ഗാർഡൻ്റെ ഒരു ഭംഗിയുള്ള ദൃശ്യം കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ. ശരിക്കും താഴെ നിന്ന് നോക്കുമ്പോഴുള്ള ഭംഗിയേക്കാൾ കൂടുതൽ നമുക്ക് മേലെ നിന്ന് നോക്കുമ്പോഴാണ് ഏതൊക്കെ ഡിസൈനിലാണ് ആ ഗാർഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതുപോലെ പല സംഭവങ്ങളും നമുക്ക് മേലെ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. ഒരുപാട് ചെടികൾ പല ആനിമലിൻ്റെയും അതുപോലെ പക്ഷികളുടെയൊക്കെ ഷേപ്പിലൊക്കെ അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഒരിക്കലും താഴെ നോക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല, മേലെ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. അതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ഗാർഡൻ്റെ ഡിസൈൻ. പിന്നെ വേനൽക്കാലം കൂടിയാണ്, വെക്കേഷനാണ്. അപ്പോൾ മലമ്പുഴ പല ഭാഗങ്ങളിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പെയിൻറ്റിങ് അതുപോലെ ക്ലീനിങ് ഒക്കെ. വെക്കേഷനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മലമ്പുഴയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റോപ്പ് വേയിലുള്ള യാത്ര അവസാനിക്കാറായിട്ടുണ്ട്. നമ്മളിനി താഴെ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതേ ഒരു കൂട്ടർ ഇറങ്ങുന്ന ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇറങ്ങാൻ വേണ്ടിയിട്ടും കയറാൻ വേണ്ടിയിട്ടും ഇതൊരു ഭാഗത്ത് നിൽക്കില്ല. അപ്പോൾ നമ്മൾ വരുമ്പോൾ സ്പീഡിൽ കയറി ഇരിക്കുക, അതുപോലെ സ്പീഡിൽ ഇറങ്ങുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇറങ്ങിയിട്ട് 2 ഭാഗത്തേക്ക് മൂവ് ചെയ്യാനാണ് അവർ ഇൻസ്ട്രക്ഷൻ തന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തു. അങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ റോപ്പ് വേയിൽ ചാടി കയറി അതുപോലെ ചാടി ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മനോഹരമായ റോപ്പ് വേ യാത്ര കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം നിർക്കാൻ വേണ്ടി നമ്മളൊരു ചായക്കടയിൽ കയറിയതാണ്. അപ്പോൾ നല്ല ചൂട് സമയം കൂടിയാണ്. പക്ഷെ എന്നാലും ഒരു ചായ അകത്ത് കയറി കുറച്ചുകൂടി ഒരു എനർജി ആവുമല്ലോ എന്ന് കരുതി നമ്മളൊരു ചായയും പിന്നെ ഒരു ഷേക്കുമാണ് പറഞ്ഞത്. വേനൽക്കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർ നന്നായി വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. മറ്റൊരു കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം.